നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വന്തം. വേൾഡ് കപ്പിന് എക്സാക്ട്ലി 1 മന്ത്. ഇന്ന് മെയ് 12 ജൂൺ 11 വേൾഡ് കപ്പിൻ്റെ ഉദ്ഘാടന മത്സരമാണ്. എവിടെടോ ബ്രോഡ്കാസ്റ്റേഴ്സ്, എവിടെ കാണാൻ പറ്റും കളി? നമ്മൾ വിശദമായിട്ട് എന്തുകൊണ്ടാണ് ഈ ബ്രോഡ്കാസ്റ്റിംഗ് വൈകുന്നത്, എന്താണ് ഇഷ്യൂസ്, ഇക്കണോമിക്കലിയിട്ടുള്ള പ്രശ്നം എന്താണ്, ഇതൊക്കെ റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൽ, നമ്മുടെ പോഡ്കാസ്റ്റ് ചാനലിൽ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു മാസമുള്ള സമയത്ത് എന്താണ് ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്നുള്ളതാണ് നമ്മളിവിടെ പരിശോധിച്ചത്. ചിലരൊക്കെ ഇത് ദൂരദർശനിൽ കളി എന്നൊക്കെ പറഞ്ഞിട്ട് ആർത്തൊക്കെ കൊടുക്കുന്നത് കണ്ടു. നമ്മൾ ആ പോഡ്കാസ്റ്റിൽ അതിൻ്റെ സാധ്യതയും വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സാധ്യത എന്ന് പറഞ്ഞാൽ പഴയ പോലെയല്ല. പുതിയ പോളിസി, ദൂരദർശൻ്റെ പോളിസിയൊക്കെ അനുസരിച്ച് ഇന്ത്യ കളിക്കാത്തൊരു വേൾഡ് കപ്പ് എങ്ങനെ പൂർണ്ണമായിട്ട് എടുത്ത് സംപ്രേഷണം ചെയ്യുന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. സാധ്യത കുറവാണ്. സെമി ഫൈനലും ഫൈനലൊക്കെ കാണിച്ചേക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം മറ്റു ബ്രോഡ്കാസ്റ്റേഴ്സ് എടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ പിന്നെ അവരുടെ ഫിഫ പ്ലസോ അതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ കാണിക്കുക. അതേതായാലും നമ്മൾ വിശദമായിട്ട് അവിടെ ആ പോഡ്കാസ്റ്റ് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് നിങ്ങളിലേക്കൊന്ന് എത്തിക്കുകയാണ്. 100 മില്യൺ യൂറോ ആയിരുന്നു ഈ വേൾഡ് കപ്പും അടുത്ത വേൾഡ് കപ്പും കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റിന് ഫിഫ ചോദിച്ചത്. അത് കൊടുക്കാൻ ആളുണ്ടായിരുന്നില്ല എന്നുള്ളതാണല്ലോ പ്രശ്നം. ഇപ്പോൾ പ്രശ്നം എന്തായി നമ്മൾ നോക്കുകയാണ്. ഇപ്പോൾ വിജയ് ടാഗോർ ഈ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രമുഖ സ്പോർട്സ് ജേർണലിസ്റ്റാണ്. അദ്ദേഹം ഏറ്റവും പുതിയ വിവരത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു മാസം മാത്രമാണ് വേൾഡ് കപ്പിനുള്ളത്. ഇതുവരെ ഇന്ത്യയിൽ ഫിഫ ഒരു ബ്രോഡ്കാസ്റ്ററെ കണ്ടെത്തിയിട്ടില്ല. അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. പ്രൈസാണ് ഇവിടെയും പ്രശ്നം. ഇപ്പോഴും പ്രൈസാണ് പ്രശ്നം. 1 മില്യൺ 100 മില്യൺ ചോദിച്ചിരുന്നു ഫിഫ ആദ്യം. അത് പിന്നെ കുറച്ച് അവർ 30 വരെ എത്തിയിരുന്നു. പക്ഷെ അതിനേക്കാൾ കുറച്ച് ആണ് ഇവിടെ പല ബ്രോഡ്കാസ്റ്റേഴ്സും മുന്നോട്ട് വെച്ച തുക എന്നുള്ളതായിരുന്നല്ലോ പ്രശ്നം. നമ്മളത് നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അത് തന്നെയാണ് പറയുന്നത്. സ്റ്റിൽ പ്രൈസ് റിമൈൻസ് ആൻ ഇഷ്യൂ. ഇപ്പം ഓരോ ദിവസവും ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രൈസ് കുറയും. അതായത് വേൾഡ് കപ്പ് ഇങ്ങനെ അടുത്തടുത്ത് വരുമ്പോൾ ആരും എടുക്കാനില്ലാതാവുമ്പോൾ വില വീണ്ടും കുറയുമല്ലോ. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ ബ്രോഡ്കാസ്റ്റേഴ്സൊക്കെ വെയിറ്റ് ചെയ്യുന്നത്. സോണി പുൾഡ് ഔട്ട്. സോണിക്ക് താല്പര്യമില്ല വേൾഡ് കപ്പ് ഇവിടെ സംപ്രേഷണം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ പിൻവാങ്ങിയിട്ടുണ്ട്. അതവർ പറയുന്നത് ഒരു $20 മില്യൺ കൊടുക്കേണ്ടി വരും ഈ ഒരു വേൾഡ് കപ്പിന്. പക്ഷേ ആ $20 മില്യൺ പ്രോപ്പർട്ടി മാർക്കറ്റ് ചെയ്യാനുള്ള സമയമില്ല. ഈ ഒരു മാസം കൊണ്ട് മാർക്കറ്റ് ചെയ്തിട്ട് അത് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് സോണി പിൻവാങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ജിയോ നൗ അപ്പിയേഴ്സ് ഫേവറേറ്റ്. ജിയോ ആണ് ഇപ്പോൾ ഫേവറേറ്റ് ആയിട്ട് മുന്നിലുള്ളത്. പക്ഷേ ഡീൽ യെറ്റ് ടു ബി ഇങ്ക്ഡ്. ഇതുവരെ ഡീൽ സൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ജിയോയിൽ കളി കാണാനുള്ള സാധ്യത, അങ്ങനെയെങ്കിൽ സ്റ്റാർ സ്പോർട്സിലൊക്കെ കളി നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും. പക്ഷേ ഫൈനൽ തീരുമാനമായിട്ടില്ല. ഇതുവരെ ആ കാര്യത്തിലൊരു ഡീൽ എത്തിയിട്ടില്ല എന്നതാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. ജസ്റ്റ് വെയിറ്റ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.